കായംകുളം പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. നിസാമുദ്ദീൻ അമാനി ഉസ്താദ് ആറാട്ടുപുഴ മുഖ്യപ്രഭാഷണം നടത്തി. കായംകുളം പുല്ലുകുളങ്ങര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മസ്ജിദ് അങ്കണത്തിലാണ് സൗഹൃദ ഇഫ്താർ സംഗമം നടത്തിയത്. കമ്മിറ്റി പ്രസിഡന്റ് NS അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിസാമുദ്ദീൻ അമാനി ഉസ്താദ് ആറാട്ടുപുഴ മുഖ്യപ്രഭാഷണം നടത്തി. യോ പ്രത്യയശാസ്ത്രങ്ങളുടെയോ തീവ്രത മനസ്സിനെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ചവർ അവർ അഗ്നിയിൽ എരിഞ്ഞു പോകട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വീടിന് തീ പിടിക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ, തൊട്ടടുത്തുള്ള വീടിന് തീ പിടിച്ചാൽ ഇതേ വീട്ടിൽ അയൽവാസിയായി തനിക്ക് ശാന്തമായി ഇരിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുവാൻ മറന്നു പോകുന്നു എന്ന പതിതമായ ഒരു ദുർഘടസന്ധിയിലാണ് നമ്മൾ. പക്ഷേ അപ്പോഴും ഇതുപോലെ ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന മാനസങ്ങൾ മനസ്സിന് വല്ലാത്ത കുളിർമയാവുകയാണ്. ധാരാളമായി ഇപ്രാവശ്യത്തെ റമദാൻ വ്രതത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളെന്നോ പള്ളികളെന്നോ ഇല്ലാതെ എല്ലാതരം വിശ്വാസികളും ഒരു വേള വിശ്വാസ സംഹിതകളിൽ താല്പര്യമില്ലാത്തവർ പോലും ചേർന്നിരിക്കുവാൻ കാണിക്കുന്ന വ്യഗ്രത നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണ്. സെക്രട്ടറി ഇ സവാദ് പുല്ലുകുളങ്ങര, ക്ഷേത്രം സെക്രട്ടറി സുരേഷ് രാമനാമഠം, NSS 1601 നമ്പർ കണ്ണമ്പള്ളി ഭാഗം കരയോഗം സെക്രട്ടറി വിജയൻ പിള്ള, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജനുഷ സുഭാഷ്, വാർഡ് മെമ്പർ ജയപ്രകാശ്, B അബിൻഷാ തുടങ്ങിയവർ പ്രസംഗിച്ചു. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ പുല്ലുകുളങ്ങര പ്രദേശത്ത് അന്ന് എൻ്റെയൊക്കെ കൊച്ചുനാളിൽ ഒരു തൈക്കാവ് മാത്രമാണ് ഉണ്ടായത്. വളരെ ഇന്ന് നിൽക്കുന്ന ഈ പള്ളി നിൽക്കുന്ന ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു തൈക്കാവ്, അന്ന് ഞങ്ങളൊക്കെ അതിന് പറയുന്നത് തൈക്കാവ്. ആ തൈക്കാവ് ഇന്ന് വളർന്ന് ഇത്രയും മനോഹരമായ ഒരു ആരാധനാലയമായി മാറിയതിൽ എന്നെ സംബന്ധിച്ചു കണ്ണമ്പള്ളി ഭാഗം ശ്രീരാമപിള്ള കരയോഗത്തിന് വളരെ സന്തോഷം തുടങ്ങിയ ഒരു കാര്യമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ണമ്പള്ളി ഭാഗം SNDP പ്രതിനിധികൾ, കൈലാസം നന്ദികേശ സമിതി പ്രതിനിധികൾ, മുഴങ്ങോടിക്കാവ് യുവഭാരത് ചാരിറ്റി സൊസൈറ്റി പ്രതിനിധികൾ, ഭാരതീയ ജനതാ പാർട്ടി പ്രതിനിധികൾ, മറ്റ് വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.